കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ ടാൻസാനിയയിൽ 97% വോട്ടുകൾ നേടി സാമിയ സുലുഹ ഹസൻ പ്രസിഡന്റായിരിക്കുകയാണ്. രാജ്യത്തിന്റെ 6ാമത്തെ പ്രസിഡന്റും ആദ്യ വനിതാ പ്രസിഡന്റുമായ സാമിയ സുലുഹ ഹസൻ രണ്ടാം തവണയാണ് രാജ്യത്തിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായും തെരഞ്ഞെടുപ്പിന് ശേഷവും വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങളാണ് ടാൻസാനിയയിൽ അരങ്ങേറിക്കൊണ്ടിരുന്നത്. പ്രതിഷേധങ്ങളെയെല്ലാം ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഭരണകൂടം അടിച്ചമർത്തുകയും ചെയ്യുന്നു. ആരാണ് സാമിയ സുലുഹു ഹസൻ? എന്താണ് ടാൻസാനിയയിലെ പ്രതിഷേധങ്ങൾക്ക് പിന്നിലെ കാരണം? പരിശോധിക്കാം. ഇൻഡെപ്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ടാൻസാനിയയിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. ശനിയാഴ്ച തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 87% പോളിംഗ് നടന്നു. ഇതിൽ 97.66% വോട്ട് നേടിയാണ് സാമിയ സുലുഹു ഹസൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതു മുതൽ രാജ്യത്താകെ വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും അരങ്ങേറുന്നുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം അത് വലിയ അക്രമ സംഭവങ്ങളിലേക്കും തിരിഞ്ഞു. സാമിയ സുലുഹു ഹസന്റെ പ്രധാന വിമർശകരും രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയുമായ ചാമ പിന്തുസയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധങ്ങൾ നടന്നത്. പ്രതിപക്ഷ പാർട്ടികൾക്ക് മത്സരത്തിൽ നിന്ന് വിലക്കേർപ്പെടുത്തിയതും തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി ക്രമക്കേടുകൾ നടന്നുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഈ പ്രതിഷേധങ്ങളെ ഭരണകൂടം ക്രൂരമായി തന്നെ അടിച്ചമർത്തി. അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ പ്രകാരം ചുരുങ്ങിയത് 700 പേരെങ്കിലും ടാൻസാനിയയിൽ ഈ പ്രതിഷേധങ്ങൾക്കെതിരായ ഭരണകൂട നടപടിയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തെ ഇന്റർനെറ്റ് സേവനം വിച്ഛേദിച്ചും വിമാന കപ്പൽ സർവീസുകൾ റദ്ദാക്കിയും പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനാണ് ഭരണകൂടം ശ്രമിച്ചത്. ഗതാഗത സംവിധാനങ്ങൾ മുടങ്ങിയതോടെ നിരവധി ടൂറിസ്റ്റുകൾ ടാൻസാനിയയിൽ കുടുങ്ങുകയും ചെയ്തു. അക്രമ സംഭവങ്ങളെ തുടർന്ന് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ തങ്ങളുടെ പൗരന്മാർക്ക് US മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ബുധനാഴ്ച മുതൽ രാജ്യത്തുടനീളം പ്രതിപക്ഷ പാർട്ടിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ തെരുവിൽ പ്രതിഷേധത്തിലാണ്. സാമിയ സുലുഹു ഹസന്റെ പോസ്റ്ററുകൾ നശിപ്പിച്ചു. പട്രോളിംഗ് നടത്തിയ സുരക്ഷാ സൈന്യത്തെയും പോളിംഗ് സ്റ്റേഷനുകളെയും പ്രതിഷേധക്കാർ ആക്രമിച്ചു. ഈ കടുത്ത പ്രതിഷേധങ്ങൾ നിലനിൽക്കെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചത്. ഇത് ജനങ്ങൾ പ്രതീക്ഷിച്ചതുമാണ്. തെരഞ്ഞെടുപ്പിന് പിന്നാലെ വന്ന റിപ്പോർട്ടുകളിൽ സാമിയ സുലുഹു ഹസൻ 272 മണ്ഡലങ്ങളിൽ 120ഇടത്തും 97% വോട്ടോടെ മുന്നിലാണെന്ന് ഉറപ്പാക്കിയിരുന്നു. നിരവധി വാർത്താ ഏജൻസികളും ഇത് ശരിവെച്ചു. ഇത്രയധികം വോട്ട് നേടിയെന്ന് അവകാശപ്പെടുമ്പോഴും രാജ്യത്തെ പോളിംഗ് ബൂത്തുകൾ പലതും ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു എന്ന റിപ്പോർട്ടുകളും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ധാർമ്മികത ചോദ്യം ചെയ്യുന്നു. 1960 ജനുവരി 27 സാൻസിബാറിൽ ജനിച്ച സാമിയ സുലുഹു ഹസൻ 2000 തന്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത്. 2000 മുതൽ 2010 വരെ ടാൻസാനിയയിലെ അർദ്ധസ്വയംഭരണ പ്രദേശമായ സാൻസിബോറിലെ മന്ത്രിസഭയിൽ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. സാൻസിബാറിലെ ഒരു മണ്ഡലത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സാമിയ സാൻസിബാറിലെ യൂണിയൻ കാര്യങ്ങൾക്കായുള്ള വൈസ് പ്രസിഡന്റിനെ ഓഫീസ് ചുമതല വഹിക്കുന്ന സഹമന്ത്രിയായും പ്രവർത്തിച്ചു. 2015 മുതൽ 2021 വരെ വൈസ് പ്രസിഡന്റായിരുന്ന സാമിയ സുലുഹു ഹസൻ അന്നത്തെ പ്രസിഡന്റായിരുന്ന ജോൺ മഗുഫൂലിയുടെ നിര്യാണത്തെ തുടർന്നാണ് ടാൻസാനിയയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. വലിയ വെല്ലുവിളികളാണ് പ്രസിഡന്റ് എന്ന നിലയിൽ ടാൻസാനിയയിൽ സാമിയയ്ക്ക് നേരിടേണ്ടി വന്നത്. അത് പ്രധാനമായും ആ രാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയവും സാമ്പത്തികവുമായ പ്രതിസന്ധികളായിരുന്നു. പ്രതിപക്ഷത്തെ അടിച്ചമർത്തുന്നു എന്നതാണ് ടാൻസാനിയ നേരിടുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രശ്നം. അതിനെതിരെ ഇന്നും പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് പോലും അവിടെ പ്രതിപക്ഷ പാർട്ടികൾ വലിയ വെല്ലുവിളി നേരിടുന്നു. പ്രതിപക്ഷ നേതാക്കളെ ജയിലിലടച്ചും കേസുകളിൽ കുടുക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കേർപ്പെടുത്തിയുമാണ് രാജ്യം പ്രതിപക്ഷത്തെ അടിച്ചമർത്തുന്നത്. സാമിയുടെ വിജയം എളുപ്പത്തിൽ സംഭവിക്കുന്നതും ഇക്കാരണത്താൽ തന്നെയാണ്. ഇത്തരത്തിൽ പരിമിതമായ ജനാധിപത്യ അവകാശങ്ങൾ മാത്രമാണ് ആ രാജ്യത്ത് നിലനിൽക്കുന്നത്. സമീപകാലങ്ങളിൽ രാജ്യത്ത് നടന്ന പല തെരഞ്ഞെടുപ്പുകളിലും ഈ ജനാധിപത്യ അവകാശങ്ങളുടെ ലംഘനം ചർച്ചയായിട്ടുമുണ്ട്. സർക്കാരിനെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുന്ന ഘട്ടങ്ങളിലെല്ലാം മറ്റേതൊരു ഏകാധിപത്യ സർക്കാരുകളെയും പോലെ ഇന്റർനെറ്റ് നിരോധിക്കുന്ന സ്വഭാവവും ടാൻസാനിയയിൽ സർക്കാരിനുണ്ട്. പ്രതിഷേധങ്ങൾ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയും സോഷ്യൽ മീഡിയകളുടെ ഉപയോഗം നിയന്ത്രിക്കുകയും ചെയ്യും. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും അതുണ്ടായി. സാൻസിബാറുമായി ബന്ധപ്പെട്ടതാണ് ടാൻസാനിയ നേരിടുന്ന മറ്റൊരു പ്രധാന രാഷ്ട്രീയ പ്രശ്നം. ടാൻസാനിയയുടെ കീഴിൽ അർദ്ധ സ്വയംഭരണ പ്രദേശമായ സാൻസിബാറിന് കൂടുതൽ അധികാരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള തർക്കങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അതിനായി ഭരണഘടനാ തലത്തിൽ തന്നെ ഭേദഗതികൾ വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. രാജ്യത്തെ പ്രധാനപ്പെട്ടതും വലുതുമായ 2 പദ്ധതികൾക്ക് വേണ്ടി എടുത്തിട്ടുള്ള വായ്പകൾ ടാൻസാനിയയുടെ പൊതുകടം വർദ്ധിപ്പിക്കുന്നതിനും കാരണമായി. പണപ്പെരുപ്പവും വിലക്കയറ്റവും എല്ലാം ഇന്ന് ആ രാജ്യത്തെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ കാലാവസ്ഥാ വ്യതിയാനം വരുത്തിവെച്ചിട്ടുള്ള പ്രതിസന്ധികളും ടാൻസാനിയയെ വലയ്ക്കുന്നു.